പൂരം പോലീസ് കലക്കിയതിനെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിടാത്തതിലുള്ള അമർഷം വീണ്ടും പരസ്യമാക്കുകയാണ് സിപിഐ. ഇന്ന് സിപിഐ നേതാവ് വി.എസ്. സുനിൽകുമാർ ഇക്കാര്യം തുറന്നു പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിടാത്തത് എന്ന ചോദ്യമാണ് വി.എസ്. സുനിൽകുമാർ ഉന്നയിച്ചത്. അതുപോലെ തന്നെ ഈ റിപ്പോർട്ട് കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകുവാനും തയ്യാറെടുക്കുകയാണ് വി.എസ്. സുനിൽകുമാർ. കഴിഞ്ഞ ദിവസമാണ് ADGP MR അജിത് കുമാറിനെ മാറ്റണം എന്നുള്ള ആവശ്യം വീണ്ടും പരസ്യമായി CPI ഉന്നയിച്ചത്. അതിന് പിന്നാലെയാണ് വി.എസ്. സുനിൽകുമാറിന്റെ ഇപ്പോഴത്തെ പ്രതികരണം എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം അട്ടിമറിച്ചതായി CPI നേതാവും തൃശൂരിലെ LDF സ്ഥാനാർത്ഥിയുമായിരുന്ന വി.എസ്. സുനിൽകുമാറിന്റെ ആരോപണം വളരെ പ്രധാനപ്പെട്ടതാണ്. ദേവസ്വങ്ങളുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ് റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. എന്നാൽ ആർക്കോ വേണ്ടി ഇത് മറച്ചുവെക്കുകയാണെന്നാണ് സുനിൽകുമാർ പറയുന്നത്. അന്വേഷണ പുരോഗതിയെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയെ വിളിച്ചെങ്കിലും മറുപടി കിട്ടിയിട്ടില്ലെന്നും വി.എസ്. സുനിൽകുമാർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് അടിയന്തരമായിട്ട് അന്വേഷണം നടത്തി അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കെതിരായി നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയാണ്. ആ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ ചില ഉദ്യോഗസ്ഥന്മാര് തിരുവമ്പാടി, പാറമേക്കാവ് ഉൾപ്പെടെയുള്ള ദേവസ്വത്തിന്റെ ഭാരവാഹികളെ കണ്ട് മൊഴിയെടുത്തതായിട്ട് എനിക്കറിയാം. ഇന്ന് അങ്ങനെ ഒരു അന്വേഷണം നടന്നതായിട്ട് അറിവില്ല എന്ന് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും വിവരാവകാശത്തിന് മറുപടി കൊടുത്തതായി ഒരു വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു അന്വേഷണം നടത്തിയതായി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് അറിവില്ല എന്ന മറുപടി നൽകിയത് എനിക്ക് ഞെട്ടലുണ്ടാക്കിയ ഒരു കാര്യമാണ്. ഇവിടെ തൃശ്ശൂരിലെ ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ അധികാരപ്പെട്ട ദേവസ്വം ബോർഡ് ഭാരവാഹികളുടെ കയ്യിൽ നിന്നും പോലീസിന്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന് മൊഴിയെടുത്തിട്ടുള്ളതായിട്ട് ഇവിടെ അവർ തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അപ്പൊ ആർക്ക് വേണ്ടിയാണ് ഈ മൊഴിയെടുത്തത്? അപ്പൊ മൊഴിയെടുക്കൽ പ്രഹസനം നടത്തി റിപ്പോർട്ട് ആരോ മറച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അങ്ങനെയാണെങ്കിൽ അത് കുറച്ചും കൂടി ഗൗരവമായ സംഗതിയായിട്ട് മാറിയിരിക്കുകയാണ്. വസ്തുത കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ തന്നെ നേരിട്ട് DGPയുടെ ഓഫീസിലും ചീഫ് സെക്രട്ടറി ഓഫീസിലും വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനെന്താണ് മറുപടി കിട്ടുന്നതെന്ന് ഞാൻ വെയിറ്റ് ചെയ്യാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാൻ കൊടുത്ത കത്ത്, ആ കത്തിന് മറുപടി എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ കത്ത് കൊടുത്തിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. അതിന് മറുപടി ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിനിടയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയെ ഞാൻ വിളിച്ചിരുന്നു. അപ്പം മറുപടി ഉണ്ടാവുമെന്നാണ്, അതിൽ വിവരം അറിയിക്കുക എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നാളെ ഇതുവരെയും എനിക്ക് എൻ്റെ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ഇങ്ങനെ ഒരു മറുപടി കൊടുത്ത് സർക്കാരിന്റെ അറിവോടുകൂടിയാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞാൻ തന്നെ നേരിട്ട് ഒരു പരാതി, വിവരാവകാശ നിയമപ്രകാരമുള്ള ഒരു പരാതി അപേക്ഷ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വളരെ ഗുരുതരമായ കാര്യമാണ് വി.എസ്. സുനിൽകുമാർ പറയുന്നത്. തൃശൂർ പൂരത്തെക്കുറിച്ചുള്ള, തൃശൂർ പൂരം അലങ്കോലമാക്കിയതിനെ കുറിച്ചുള്ള അന്വേഷണം നടന്നിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു അന്വേഷണ റിപ്പോർട്ട് ഇല്ല എന്നുള്ള കാര്യം വിവരാവകാശ നിയമപ്രകാരം DGPയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ്. അത് ശരിയോ എന്നുള്ള കാര്യം സർക്കാർ വ്യക്തമാക്കണം എന്നാണ് വി.എസ്. സുനിൽകുമാർ പറയുന്നത്. അദ്ദേഹം തന്നെ നേരിട്ട് വിവരാവകാശ നിയമപ്രകാരം DGP ഓഫീസിനെ സമീപിക്കാൻ പോവുകയാണ്. എന്തായാലും ഈ വിഷയം വളരെ സങ്കീർണമായി മാറുകയാണ്. തൃശൂർ പൂരം അന്ന് പോലീസ് മനഃപൂർവ്വം അലങ്കോലമാക്കിയതാണെന്നാണ് CPIയുടെ വാദം. ഇതേക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരണമെന്ന് നേരത്തെയും CPI ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോൾ ആ ആവശ്യം കൂടുതൽ ശക്തമാക്കുകയാണ് CPI. ഈ വിഷയത്തിൽ സുരേഷ് ഗോപി ഇന്ന് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് അടുത്ത പൂരത്തിനെങ്കിലും ഇപ്പോഴത്തെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പുറത്തു വരുമോ എന്നാണ്. പരിഹാസ രൂപേണയാണ് അദ്ദേഹം